ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് യൂറോ യു എസ് ഡിയിലെ സ്ട്രോങ് ആയിട്ടുള്ള ലെവൽസ് മാർക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു ഓൾറെഡി ഡ്രോ ചെയ്ത ലൈൻസ് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഞാൻ ജസ്റ്റ് പെൻ ടൂൾ വെച്ചിട്ട് എപ്പിക് പെൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അതിനുശേഷം ഒരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് വീണ്ടും അടുത്തൊരു ഹൈയിലേക്കാണ്, അതായത് അടുത്തൊരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കാണാം നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത്, അതായത് ഈ പ്രീവിയസിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു പുൾ ബാക്കിലാണ്. അതായത് ഈ ഒരു പൊസിഷനിൽ ബയേഴ്സ് എൻട്രി ചെയ്തപ്പോഴാണ് ഈ ഒരു ലെവലിനെ ഈ ഒരു പൊസിഷനെ ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ലെവലായിരിക്കും നമുക്ക് ഈ ഒരു പൊസിഷൻ. അതായത് പ്രീവിയസിലുള്ള ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ബയേഴ്സ്, അതായത് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിലേക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് വീണ്ടും ഈ ഒരു സോണിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതൊരു സ്ട്രോങ് ലെവലാണ്, അതായത് ഈ ഒരു പൊസിഷൻ. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു ഹൈനെ മാർക്കറ്റ് പുൾ ബാക്ക് എടുത്തു, എന്നിട്ട് ഈ സെയിം ഹൈനെ ഈ സെയിം പൊസിഷൻ, അതായത് ഈ ഒരു പൊസിഷന് സപ്പോർട്ട് എടുത്തിട്ടാണ് ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ സ്ട്രോങ് ആണ്. അതായത് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ആ ഒരു ലെവല് ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സോണിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനെ കൺസിഡർ ചെയ്യില്ല. അതേ സ്ഥാനത്ത് ഈ ഒരു പൊസിഷനിൽ സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പൊസിഷനെ ഒരു സ്ട്രോങ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്, അതായത് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസിലുള്ള ഹൈ, ഈ ഒരു ഹൈനെ ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ അതിനൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. വിക്ക് മാത്രം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ ലെവലിൽ ഈ ഒരു ഏരിയയിൽ മാർക്ക് ചെയ്യാം ലെവൽസ്. ഞാൻ ജസ്റ്റ് ഈ ഒരു സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസിലുള്ള ആ ഒരു ഹൈ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആ സപ്പോർട്ട് എടുത്ത സോൺ മാർക്ക് ചെയ്യാണ്. ഈ ഒരു പൊസിഷൻ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ആ ഒരു ഏരിയ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കേണ്ടത് മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മാർക്കറ്റിനെ എങ്ങനെ റീഡ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഈ ഒരു സോണിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റ് അടുത്തൊരു ഹൈ, അതായത് ഈ ഒരു പൊസിഷനിൽ ഇതിന് മുകളിൽ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടിന്യൂഷൻ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ, അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടിന്യൂഷൻ ഒക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റിലെ കൺഫർമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ജസ്റ്റ് ഞാൻ ഈ ഒരു ലെവൽ ഓൾറെഡി മാർക്ക് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പ്രൈസിലേക്ക് സോണിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു അടുത്തൊരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യാൻ മൂവ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഈ സോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി വേണ്ടത് മാർക്കറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ ആണ്. ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അടുത്തൊരു ട്രേഡിനുള്ള സാധ്യതയുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹൈനെ സെലക്ട് ചെയ്തത്? അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്കിന് ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതായത് ഒരു പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു പ്രൈസിന് മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്താലേ നമുക്ക് കണ്ടിന്യൂഷൻ പാറ്റേൺ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഈ ഒരു ഡൗൺ സൈഡ് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. ഈ ഒരു പ്രൈസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഡൗണിലേക്ക് ട്രേഡ് ഉള്ളൂ. അതായത് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സോൺ ഈ ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സോണ് ഈ ടോപ്പിലാണ്. അപ്പം നമുക്ക് അത്രയും ഏരിയ മാർക്കറ്റ് മൂവ് ചെയ്യാനുണ്ട്, ഇതുപോലെ ഈ പൊസിഷനിലേക്ക്. അപ്പം നമുക്ക് ടു സൈഡ് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ലെവലിന് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. അപ്പം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പ്രൈസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ റിജക്ഷൻ ആണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഒരു കാരണവശാലും വിക്ക് ഈ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്തെന്ന് കരുതി ട്രേഡ് ചെയ്യരുത്. നമുക്ക് ഈ ക്യാൻഡലിന്റെ ബോഡി ഈ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം വേണം
കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാൻ. അതായത് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ. ആ ഒരു പ്രൈസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രയും റിജക്ഷൻസ് വരുന്നത്. അതായത് അത്രയും സ്ട്രോങ് ലെവൽസ് നമ്മൾ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കണ്ടിന്യൂഷൻ പാറ്റേൺ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി വെയിറ്റ് ചെയ്യാം ആ ഒരു പ്രൈസ് അതിനെ ബ്രേക്ക് ചെയ്യുന്നവരെ. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് അടുത്തൊരു ഹൈ ഈ ഒരു ഏരിയയിൽ ഇതൊരു റിവേഴ്സൽ സോൺ ആണ്. അപ്പം നമുക്ക് ആ ഒരു പൊസിഷനിൽ നമുക്കൊരു കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുന്നതിന് നമ്മൾ ജസ്റ്റ് കൺഫർമേഷൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊരു സോൺ ആണ്, മാർക്കറ്റ് പ്രീവിയസ്ലി റിവേഴ്സ് ചെയ്ത ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കൺഫർമേഷന് വേണ്ടിയിട്ട്. അതല്ല, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു പൊസിഷനിലേക്കാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു റിവേഴ്സൽ സോണിൽ എത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഒരിക്കലും അതായത് ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. നമുക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ട് ഇതൊരു ചെറിയ ക്യാൻഡിലായിട്ട് ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഇത്രയും ഏരിയ നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഡയറക്റ്റ്ലി അടുത്തൊരു സോണിലാണ്, അതായത് റിവേഴ്സൽ സോണിലാണ് പോയിട്ട് ക്ലോസ് ചെയ്തത്. ഇവിടുന്ന് നിങ്ങൾ കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കരുത്. അതായത് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കാരണം ഇവിടെ 50-50 ചാൻസേ ആ പൊസിഷനിലുള്ളൂ. മാർക്കറ്റിൽ സെല്ലേഴ്സ് ഓൾറെഡി അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ബയ്യേഴ്സും. അപ്പോൾ ആ ലെവലിൽ മാർക്കറ്റ് ഒരു മത്സരമാകുമ്പോൾ നമുക്കൊരു 50-50 ചാൻസേ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം കൺഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ബ്രേക്ക്ഔട്ട് ആണെങ്കിലും നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെയാണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയ ഉണ്ടായിരുന്നു. ഇത് മാർക്കറ്റ് ഓൾറെഡി ഡയറക്റ്റ്ലി ഈ ഒരു സോണിൽ റിവേഴ്സൽ സോണിൽ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കാനുള്ള കൺഫർമേഷൻ ഇല്ല. ഇനി നമുക്ക് ഒരു സെല്ലർ സോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് റിവേഴ്സൽ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക്, അതായത് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക്ഔട്ടിന്റെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ബ്രേക്ക്ഔട്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രേഡ് പ്ലേസ് ചെയ്യാഞ്ഞത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്ത കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുക എന്നുള്ളത് ബ്ലൈൻഡ്ലി പഠിച്ചു വെക്കുക. അത് ഈ പ്രൈസ് സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിനെ ഈ ഒരു ചെറിയ ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു സെല്ലേഴ്സ് സോണിൽ എത്തി. അവിടെ എന്തായാലും സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു സോണാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഒന്നും നമുക്ക് ബൈ പൊസിഷൻ ഇല്ല, അതുകൊണ്ടാണ് ബൈ എടുക്കാത്തത്. കാരണം ഇതൊരു നല്ല, അതായത് ഈ മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷമാണ് ഈ ഒരു ഹൈ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ക്യാൻഡിൽസിലാണ് ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടിന്യൂഷൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റ് ഓൾറെഡി ഇവിടെ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇതാണ് പ്രീവിയസ്ലുള്ള ലെവല്. മാർക്കറ്റ് ആ കറക്റ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് ബോഡി ആ ഒരു ലെവലിനും പുറത്തല്ല ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രീവിയസിലുള്ള ഈ ഹൈയിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കേണ്ടത് റിവേഴ്സൽ ട്രേഡ് ആയിരിക്കാൻ സാധ്യത കൂടുതൽ. ഇവിടെ നമുക്കൊരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ, അതായത് നല്ലൊരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്യാൻഡിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്യാൻഡിൽ ആണെങ്കിൽ. ഓക്കെ, യെസ്, മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രൈസിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതായത് പുതിയൊരു ഹൈ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്തൊരു സ്ട്രോങ് ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു ഹൈനെ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിനാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ് കൺഫർമേഷൻ. ഇതുപോലെ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിൽ ഈ ഒരു സോണിൽ വന്നിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു എൻഗൾഫിംഗ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, കാരണം ഇതൊരു സോണാണ്, ബോഡി ടു വീക്ക് ഒരു സോണാണ്. അപ്പോൾ ഈ സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് സെക്കൻഡ് റിവേഴ്സൽ പാറ്റേൺ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് ഓൾറെഡി ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു. അതായത് അവിടുന്ന് ജസ്റ്റ് അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ വീണ്ടും ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതായത് സെല്ലേഴ്സ് സ്ട്രോങ്ങും ബയ്യേഴ്സ് വീക്ക്നെസ്സും ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ റിവേഴ്സൽ, അതായത് കണ്ടിന്യൂഷൻ ട്രേഡ് എടുക്കുള്ളൂ താഴേക്കുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ലഭിച്ചു. യെസ്, ഞാൻ അവിടെ നിന്ന് 2 ട്രേഡ് പ്ലേസ് ചെയ്യാണ്. അതിൽ ഒന്ന് ലേറ്റ് എൻട്രി ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഈ ഒരു പൊസിഷനിൽ ഇവിടെ ആയിരിക്കണം നിങ്ങൾ എൻട്രി. യെസ്, ഈ ഒരു സോണിലായിരിക്കണം നിങ്ങൾ എൻട്രി. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻട്രി അവിടെ ലേറ്റ് ആയിട്ടാണ്. ഈ ഒരു സോണിലായിരിക്കണം എൻട്രി എപ്പോഴും, അതായത് നമ്മുടെ ഈ ഒരു സോണിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത ട്രേഡ് നമുക്ക് ജസ്റ്റ് കൺഫർമേഷൻ നോക്കാം.
ആ ഒരു സോണിന്റെ താഴത്ത് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല ഇനി അതൊരു ഗ്രീൻ ക്യാനിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അടുത്ത കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ 3 2. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ട്രേഡ് അവിടെ ലോസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ലോസ്, അതായത് ഈ ഒരു ലോസിനെ റിക്കവറി ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നെക്സ്റ്റ് കൺഫർമേഷൻ വേണം. അതായത് അടുത്തൊരു ക്യാൻഡിൽ ഈ ഒരു പൊസിഷൻ, അതായത് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കൺഫർമേഷൻ ഉള്ളൂ സെൽ ഓർഡറിന്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്താലേ ഉള്ളൂ കോൾ ഓപ്ഷൻ ഉള്ളൂ. അതുപോലെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ കാരണം ഇതൊരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ ആയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്, ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്തത്. പക്ഷെ മാർക്കറ്റ് ബൈയിങ് പ്രഷറിൽ മാർക്കറ്റ് വീണ്ടും അടുത്തൊരു പൊസിഷനിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഒരിക്കലും കൺഫർമേഷൻ ഇല്ലാണ്ട് അടുത്തൊരു ട്രേഡ് പ്ലേസ് ചെയ്ത്, ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് ഫസ്റ്റത്തെ 80% കൺഫർമേഷനിൽ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് ലോസ് ആയി കഴിഞ്ഞാൽ ലോസ് നോർമലാണ്. അപ്പൊ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് അടുത്തത് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു 80% കൺഫർമേഷൻ ലഭിക്കുന്നത് അന്നപ്പം മാത്രം അടുത്ത ട്രേഡ് എടുക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രൈസിന്, അതായത് നമ്മുടെ ഈ സോണിനെ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാത്തടത്തോളം ടൈം നമ്മൾ അവിടെ ട്രേഡ് പ്ലേസ് ചെയ്യുന്നില്ല. അതായത് നിങ്ങളൊരു ലോസ് സംഭവിച്ചെന്ന് കരുതി അടുത്ത ക്യാൻഡിൽ ചാടി കയറി ട്രേഡ് ചെയ്യരുത്. യെസ്, മാർക്കറ്റ് വീണ്ടും ഈ സെയിം സോണിലാണ്. ഇവിടുന്ന് സെൽ ഓർഡർ ഞാൻ പ്ലേസ് ചെയ്യാത്തത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു റേഞ്ചിലേക്ക് മാറി. നിങ്ങൾക്ക് തന്നെ കാണാം, സെയിം പ്രൈസിലാണ് മാർക്കറ്റ് വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടുന്ന് സെൽ ഓർഡർ പ്ലേസ് ചെയ്യരുത്. നമ്മുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. മാർക്കറ്റ് ഇപ്പോൾ സെയിം പ്രൈസിലാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 50-50 ചാൻസ് ആണ്. എനിക്ക് 80% ചാൻസ് എവിടെയാണോ ലഭിക്കുന്നത് അതായിരിക്കും എൻ്റെ അടുത്ത എൻട്രി. അപ്പം നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കൺഫർമേഷന് വേണ്ടിയിട്ട്. അതായത് ഒരു ലോസിന്റെ പുറത്ത് നിങ്ങൾ ഒരിക്കലും ഓക്കെ അടുത്ത ട്രേഡ് ചാടി കയറി എടുക്കരുത്. ആ ലോസ് റിക്കവർ ചെയ്യണമെങ്കിൽ സെയിം സെറ്റപ്പ് തന്നെ നമുക്ക് അടുത്തത് ലഭിക്കണം. കാരണം അങ്ങനെയുള്ള സെറ്റപ്പ്, അതായത് നിങ്ങളുടെ സ്ട്രാറ്റജി ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആവുന്നതല്ല. ആ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ യെസ്, ഈ ഒരു ക്യാൻഡിൽ റെഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്, നമുക്ക് കോൾ ഓപ്ഷൻ സെൽ ഓർഡർ അതായത് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ, പുട്ട് ഓപ്ഷൻ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മാർക്കറ്റ് ഇങ്ങനെയാണ് സ്ട്രോങ് ആയതുകൊണ്ടാണ് വീണ്ടും റിവേഴ്സ് ചെയ്തത്. അതായത് ഞാൻ ഇവിടുന്ന് വീണ്ടും ഒരു സെൽ ഓർഡർ ആണ് പ്ലേസ് ചെയ്തതെങ്കിൽ ഞാൻ വീണ്ടും ഫെയിൽ ആവുമായിരുന്നു. കാരണം ഈ പ്രൈസ് സ്ട്രോങ് ആണ്. യെസ്, ഇനി നമുക്ക് വേണ്ടത് ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട്, അതായത് ബ്രേക്ക് ചെയ്തിട്ടാണോ ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെന്ന് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് സെല്ലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ. ഈ ഒരു സോൺ പൊട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ്, ഈ ഒരു ഏരിയ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പൊസിഷൻ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കൺഫർമേഷൻ ആണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒരു എൻഗൾഫിംഗ് ആണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്, ഇനി നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു സോൺ ആയിരിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ സോൺ. ഈ ഒരു സോണിൽ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ 2 ട്രേഡാണ് എനിക്കിവിടെ മിസ്സായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത 4 ട്രേഡ് ആണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ആ ഒരു മണി മാനേജ്മെന്റിലാണ് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് തിരിച്ച് അവിടേക്ക് വരുന്നതാണ്. അതായത് കൺഫർമേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഹൈ ടച്ച് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഫസ്റ്റിലെ 30 സെക്കൻഡ്സിൽ ടച്ച് ചെയ്താൽ നമുക്ക് സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടാതെ നിങ്ങൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത്, എനിക്ക് അവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ആ ഒരു ട്രേഡ് അവിടെ മിസ്സായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാത്തത്? നമുക്ക് ഈ ഒരു സോണിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തിട്ട് ഈ ഒരു സോണിൽ വന്നിട്ട് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അതും ഫസ്റ്റിലെ 30 സെക്കൻഡ്സിൽ എൻട്രി ചെയ്താലേ നമ്മൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. കാരണം മാർക്കറ്റ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് സ്ട്രോങ് അല്ല. കാരണം മാർക്കറ്റ് എപ്പം വേണമെങ്കിലും ഈ പൊസിഷൻ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ നമുക്കത് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം സെക്കൻഡ് ട്രേഡ് പ്ലേസ് ചെയ്യാം. കാരണം ഇതൊരു ബൈയിങ് പൊസിഷനാണ്. മാർക്കറ്റ് ഓൾറെഡി ബൈയിങ് സോണിൽ വരികയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കൺഫർമേഷൻ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ക്യാൻഡിലിന്റെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ
ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ മാർക്കറ്റ് വീണ്ടും ഈ സോണിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. ഈ 50-50 ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ട്രേഡ് ആ പൊസിഷനിലെല്ലാം ക്യാൻസൽ ചെയ്യുന്നത്. നമുക്ക് 80% വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡിലേക്ക് മൂവ് ആവുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ആ പൊസിഷനിൽ കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ബ്രേക്ക്ഔട്ട് തന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൈയിങ് ക്യാൻഡിൽ ആണ്, അതായത് ബൈയിങ് കൺഫർമേഷൻ ആണ്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഈ യെസ്, മാർക്കറ്റ് ആ പൊസിഷനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഓക്കെ, നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ യെസ് ഓക്കെ, 4 ട്രേഡ് നമ്മൾ അവിടുന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ അടുത്തൊരു ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത അതിന്റെ ഏറ്റവും വലിയ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന്, അതായത് ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നു, റീടെസ്റ്റ് തന്നു, അതിനുശേഷം അടുത്തൊരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഹൈ ഇതിന് മുകളിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ പൊസിഷനിൽ ഞാൻ ലാസ്റ്റ് ടൈമിൽ എൻ്റെ കൺഫർമേഷനിൽ എൻട്രി എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ലോസ് ചെയ്ത ട്രേഡ് ഇവിടെ റിക്കവർ ചെയ്യുന്നത്. അത് 5 സെക്കൻഡ്സിൽ കൺഫർമേഷൻ എടുക്കാനുള്ള കാരണം മാർക്കറ്റ് 1 മിനിറ്റിൽ, യെസ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, മാർക്കറ്റ് 1 മിനിറ്റിൽ ഈ ഒരു പൊസിഷൻ നമ്മൾ വിന്നായി. അതായത് നമ്മുടെ ആ ലോസ് മൊത്തം നമ്മൾ ഇവിടെ റിക്കവർ ചെയ്തു. ഈ കൺഫർമേഷന് വേണ്ടി എന്തിനു വെയിറ്റ് ചെയ്തു, അതായത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ബൈ ഓർഡർ ആയിരിക്കും വരുന്നത് എന്നുള്ളതിന്റെ കൺഫർമേഷൻ എന്താണ്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതായത് എന്തുകൊണ്ട് ബൈ പൊസിഷനിൽ പോയി, മാർക്കറ്റ് ഓൾറെഡി സെല്ലിംഗ് പൊസിഷനിൽ ഒരു മൊമെന്റത്തിലാണ് വരുന്നത്, എന്തുകൊണ്ട് എന്നിട്ട് ബൈയിങ് ക്യാൻഡിൽ നമ്മൾ സെലക്ട് ചെയ്തു, അതാണ് നമ്മുടെ കൺഫർമേഷൻ. അതായത് മാർക്കറ്റ് നിങ്ങൾക്ക് കാണാം ഈ ഒരു ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഈ ക്യാൻഡിൽ ഓൾറെഡി ഇവിടെ ഒരു ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ക്യാൻഡിലും ആ ഒരു ലോന്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ക്യാൻഡിൽ ആ ലോന്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വിക്കിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഫുൾഫിൽ ചെയ്ത് ഈ 2 ക്യാൻഡിലോട് കൂടി. അതിനുശേഷം ഈ ഒരു സോൺ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ബൈയിങ് സോൺ ആണ്. അപ്പം ഇവിടെ സെല്ലേഴ്സിന്റെ വീക്ക്നെസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഓരോ ക്യാൻഡിലും ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും, ഇവിടെ ബയ്യേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലിൽ ബയ്യേഴ്സ് എൻട്രി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഞാൻ 5 സെക്കൻഡ്സിൽ എടുത്ത കൺഫർമേഷൻ ആണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഈ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ചാടിക്കറി നമ്മൾ ട്രേഡ് എടുക്കല്ലേ ചെയ്തത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു കൺസോൾഡേറ്റ് ചെയ്യുന്ന സോണിൽ നിന്ന്, അതായത് ഈ കൺസോൾഡേറ്റ് ചെയ്യുന്ന സോണിൽ നിന്ന് മാർക്കറ്റ് ആദ്യം എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് തരണം. ഓക്കെ, ആ ബ്രേക്ക്ഔട്ടിന് ശേഷം ഞാൻ വെയിറ്റ് ചെയ്തത് ഒരു റീട്രേസ്മെന്റ് ക്യാൻഡിലിനാണ്. അതായത് നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു റിവേഴ്സൽ ക്യാൻഡിലാണ് ഈ റെഡ് ക്യാൻഡിൽ. ഇനി എൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്ത് കോൾ ഓപ്ഷൻ പ്ലേസ് ചെയ്യുകയും ചെയ്തു. ഇത് നമ്മൾ 1 മിനിറ്റിൽ എന്താണോ ചെയ്തത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത് 5 സെക്കൻഡിലും കൺഫർമേഷൻ എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ലോസ് അവിടെ റിക്കവർ ആവുകയും ചെയ്തു, നമ്മൾ അവിടെ വിൻ ആവുകയും ചെയ്തു. ഇത് കൺഫർമേഷന് പുറത്താണ് നമ്മൾ ആ ട്രേഡ്സ് എടുത്തത്. അതുകൊണ്ടാണ് ആ ഒരു ട്രേഡിന് അത്രയും ക്വാളിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുന്ന ട്രേഡ് മാക്സിമം നോക്കുക. അതായത് ഈ ലോസും ഇതിൽ വരാം. ആ ലോസ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും, നിങ്ങൾ എടുത്ത സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അടുത്ത പൊസിഷനിൽ എങ്ങനെ 80% കൺഫർമേഷൻ വരുന്നത്, അപ്പം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രേഡിലേക്ക് എൻട്രി ചെയ്യുക. അപ്പൊ ഡെയിലി ഒരു ടാർഗറ്റ് വെക്കുക. 10% ആണ് നിങ്ങളുടെ ടാർഗറ്റ് എങ്കിൽ അതുപോലെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് എക്സാമ്പിൾ 10%, 5%, 20% ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു മണി മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ട്രേഡ് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും 50% ട്രേഡ് ചെയ്യരുത്. എപ്പോഴും 100% മാത്രം ട്രേഡ്, 80% മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് 80% കൺഫർമേഷൻ എവിടെ ലഭിക്കുന്നു അവിടെ മാത്രം ട്രേഡ് ചെയ്യുക. ഇനി സെക്കൻഡ് ട്രേഡും ലോസ് ആയാലും നിങ്ങൾ തേർഡ് ട്രേഡും 80% എവിടെ കൺഫർമേഷൻ കിട്ടുന്നു അവിടെ മാത്രം ട്രേഡ് ചെയ്യുക. കാരണം ലോസ് ഇതിന്റെ പാർട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണി മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെയിലി 10% ആണ് നമ്മൾ ലോസ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ ആ 10% പോയി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ട്രേഡ് കഴിഞ്ഞു. അതായത് അന്ന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഇല്ല. അതായത് അന്നത്തെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു, നമ്മൾ അന്നത്തെ ട്രേഡ് ക്യാൻസൽ ചെയ്യുക. സെക്കൻഡ് ഡേ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ക്യാപിറ്റലിന് 10% ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതല്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് 10% കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളൊരു പ്രോപ്പർ മണി മാനേജ്മെന്റ് പോയാൽ നിങ്ങളെ ട്രേഡ് നഷ്ടപ്പെടുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ്
നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആണ് തരുന്നതെങ്കിൽ, യെസ്, ഞാൻ അവിടെ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിന് എന്തുകൊണ്ടാണ് കോൾ ഓപ്ഷൻ എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ക്യാൻഡില് ബൈ ക്യാൻഡിലായി ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തത്, മാർജിനൽ സേഫ്റ്റിയിൽ ഒരു കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. അതിന് കാരണം മാർക്കറ്റ് പ്രീവിയസിലുള്ള ലെവൽ ഇതായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിന് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട്, അതായത് ഒരിക്കൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് ആണ് എടുത്തിട്ടുള്ളത്. ഈ പുൾ ബാക്കിന് ശേഷമാണ് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ്. യെസ്, നിങ്ങൾക്ക് ആ ട്രേഡ് വിൻ ചെയ്ത് കാണാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇവിടെ എടുത്ത ട്രേഡ് ഇവിടെ വിൻ ആയിട്ടുണ്ട്. അതിന് ഇത്രയേ ഉള്ളൂ ആ ഒരു സൈഡിലെ ലോജിക്ക്. മാർക്കറ്റ് എന്താണ് ചെയ്തിട്ടുള്ളത്, ഓൾറെഡി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഹൈന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്ത് ഈ ഒരു ബൈയിങ് സോണിൽ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും ട്രൈ ചെയ്തിട്ട് വിക്കിൽ, അതായത് അടുത്തൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ക്യാൻഡിൽ അതിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്ത്, അതായത് റീട്രേസ്മെന്റ് എടുത്തിട്ട് ഈ ബൈയിങ് പൊസിഷനിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്, അതായത് പ്രീവിയസിൽ വന്ന ബൈയിങ് പൊസിഷൻ. അപ്പൊ മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്തത്, വീണ്ടും ഒരു ശ്രമം നടത്തി. അത് ഈ ഒരു ഹൈന്റെ മുകളിൽ ക്യാൻഡിൽ പോയി ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്ത ക്യാൻഡിൽ ബൈയിങ് ക്യാൻഡിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിന്റെ പൊസിഷൻ അങ്ങനെയാണ്, അതായത് ബയേഴ്സ് സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിലിൽ കോൾ ഓപ്ഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് എന്ന് പറയാം. മാർക്കറ്റ് ഓൾറെഡി ഇവിടെ സെയിം പൊസിഷനിൽ ശ്രമിച്ചതിന് ശേഷം ആ സെയിം ഏരിയ തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് അടുത്ത ട്രൈയും ചെയ്യുന്നത്. അത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും, ബയേഴ്സ് സ്ട്രോങ് ആണ്, അവർ അടുത്തൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത 3 ട്രേഡിൽ 2 ട്രേഡ് വിൻ ആവുകയും ചെയ്തു, ഒരു ട്രേഡ് ലോസ് ആവുകയും ചെയ്തു. പക്ഷെ ആ ലോസും നമ്മൾ എന്ത് ചെയ്തു, റിക്കവറി ചെയ്തു. അപ്പൊ അത് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അയച്ചാൽ മതി. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്.